ഏതോ പോലീസ് പിൻവാങ്ങില്ല. പോലീസ് നേരത്തെയും CPM നേതാക്കളോട്, സംസ്ഥാന നേതാക്കളോടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കി. ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഈ അക്രമത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ 10 പേരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, ഇല്ലാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് പോലീസ് നിലപാട്. അത് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് പോലീസ് പറയുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. അത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. പോലീസിനും വലിയ സമ്മർദ്ദമുണ്ട്, പോലീസിനും വലിയ നാണക്കേടായ സംഭവമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് പരിശോധന നടത്തി മടങ്ങുമ്പോൾ അവർക്കെതിരെ ഇത്തരമൊരു ആക്രമണം, അതും DCP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ ഭാഗത്തേക്ക് സ്വാഭാവികമായും 2 വഴികളിലൂടെ മാത്രം ആ പ്രവർത്തകർക്ക് വരാൻ കഴിയുന്നത്. ആ പ്രവർത്തകരെ അവിടെ എത്തുന്നതിൽ നിന്ന് ആദ്യമേ തന്നെ തടഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പ്രവർത്തകരെ യഥേഷ്ടം അവിടേക്ക് വരാൻ പോലീസ് അനുവദിച്ചു. അതാണ് ഈ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ പോലീസിന് വലിയ വിമർശനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര ഏജൻസി, ദേശീയ ഏജൻസി ഇത്തരത്തിൽ അന്വേഷണത്തിന് വരുമ്പോൾ അവർക്ക് പൂർണ്ണ സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന പോലീസിനുണ്ട്. അവിടെയാണ് അതിൽ വലിയ വീഴ്ചയുണ്ടായത്. വാഹനങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി, ഏറെ സമയം വാഹനങ്ങൾ തടഞ്ഞിടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അതിൽ പ്രതികളായവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ കഴിയില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടറാക്കി ഹാജരാക്കാവുന്ന പതിവ് രീതി ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. പല തവണ CPM നേതാക്കളുമായി DCPമാർ ചർച്ച നടത്തി. പക്ഷേ അതിലൊന്നും തീരുമാനമായില്ല. ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ നിർദ്ദേശം ഇവരെ അറസ്റ്റ് ചെയ്ത് മാത്രമേ ഇവിടെ നിന്ന് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അതിന് CPM അനുവദിക്കുന്നില്ല. ഇവർ പറയുന്ന പ്രതികൾ ഇവിടെ ഇല്ല. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ് CPM നിലപാട്. ആരൊക്കെയാണ് പ്രതികളെന്ന് കൃത്യമായി അറിയിച്ചാൽ അവരെ സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന CPMന്റെ ഉറപ്പ്, CPMന്റെ വാക്ക് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും ഇവിടെ സംഘടിച്ചു നിൽക്കുന്നത്. ഏത് നിമിഷവും ഒരു പോലീസ് ആക്ഷൻ ഇവിടെ ഉണ്ടാകാം. ഇതിന്റെ പിൻവശത്തും പോലീസ് സന്നാഹം ഉണ്ട്. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പിൻഭാഗത്തുകൂടി പോകാവുന്ന വഴിയിലും പോലീസ് സന്നാഹമുണ്ട്. ഇവിടെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് ഈ ഓഫീസിനകത്തും പുറത്തുമായി ഒരു ഭാഗത്ത് സംഘടിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോലീസിനെ കടക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് CPM പ്രവർത്തകരുള്ളത്. എന്നാൽ ഇത്ര വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം, അതിൻ്റെ ആ നാണക്കേട് മാറണമെങ്കിൽ ഈ അക്രമത്തിന് കാരണക്കാരായവരെ, അക്രമികളെ അറസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാകൂ എന്ന നിലപാടാണ് പോലീസിന്. ഇപ്പോൾ പോലീസിന്റെ നീക്കം തുടങ്ങുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. വെങ്കടേഷ്, ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ഒരു പോലീസ് ആക്ഷനിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ADGP വെങ്കടേഷ് അടക്കമുള്ളവർ ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ, ADGPയെ പോലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇവിടെ എത്തി ഈ പോലീസ് ആക്ഷന് നേതൃത്വം നൽകുകയാണ്. അത്ര വലിയ നാണക്കേടാണ് പോലീസിന് ഈ സംഭവം ഉണ്ടാക്കിയത്. പ്രവർത്തകർ മുന്നിൽ നിരക്കുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ നിരക്കുന്നു. ADGPയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം, സ്ട്രൈക്ക് യൂണിറ്റുകൾ അടക്കമുള്ള സംഘം ഇവിടെ എത്തുകയാണ്. കൃത്യമായ ഒരു പോലീസ് ആക്ഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. വിട്ടുവീഴ്ച ചെയ്യാവുന്ന സാഹചര്യമല്ല ഉള്ളത്. അത്ര വലിയ നാണക്കേട് പോലീസിന് ഉണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ്, അത് പ്രവർത്തകരെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്ന കടുത്ത നിലപാട് നമുക്കറിയാം. ഇപ്പോൾ അരുൺ, ക്യാമറ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ വാതിലിലേക്ക് പോയാൽ അവിടെ പല തലങ്ങളിൽ, പല ലെയറായി CPM പ്രവർത്തകർ തമ്പടിക്കുന്നു. CPM പ്രവർത്തകർ പ്രതിരോധിക്കുന്നു. നേതാക്കൾ ഉള്ളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം V. ജോയിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ V. ശിവൻകുട്ടി പുറത്തേക്ക് വരുന്നു. നേതാക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. പോലീസ് ആക്ഷൻ ഒപ്പായിരിക്കും. വീണ്ടും ഇവിടെ അരുൺ, ജോൺ ബിട്ടാസും കടകംപള്ളി സുരേന്ദ്രൻ വെങ്കടേഷുമായി സംസാരിക്കുകയാണ്. ഒരു പോലീസ് നടപടി പാർട്ടി ഓഫീസിനുള്ളിൽ പാടില്ല, അത് വേണ്ട എന്നൊരു അവസാനവട്ട ചർച്ച നടക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. ADGP വെങ്കടേഷ് തന്നെ നേരിട്ടെത്തി ഈ ആക്ഷന് നേതൃത്വം നൽകുകയാണ്. DCPമാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സംസാരിച്ചു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുണ്ട്, SFI സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുണ്ട്. SFI പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. പക്ഷേ ഒരു തരത്തിലും പ്രവർത്തകരെ പാർട്ടി ഓഫീസിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി പിടികൂടാൻ അനുവദിക്കില്ല. ഈ നേരത്തെ DCPമാർ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെയാണ് ഇപ്പോൾ ADGP വെങ്കടേഷ് തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ കഴിയില്ല, ആക്ഷനിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അങ്ങനെ മാറണമെങ്കിൽ കൃത്യമായി പ്രവർത്തകരെ കസ്റ്റഡിയിൽ വിടണം, പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം ഒരുക്കണം, അനുവാദം നൽകണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പക്ഷേ അതിന് ഇതുവരെ CP നേതൃത്വം വഴങ്ങിയിട്ടില്ല. പിൻവാങ്ങാൻ പോലീസും ഒരുക്കമില്ല. ഇപ്പോഴും
ചർച്ച തുടരുകയാണ്. വെങ്കടേഷുമായി വി ശിവൻകുട്ടിയും ജോൺ ബ്രിട്ടാസും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ CPM-ന്റെ സംസ്ഥാന നേതാക്കൾ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നടപടി ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമാകും ഒരുപക്ഷെ ചർച്ച ചെയ്യുക. ഒരു കാരണവശാലും പിന്മാറില്ലെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ അകത്തേക്ക് കയറാൻ കഴിയില്ല എന്ന CPM ശക്തമായ നിലപാടെടുക്കുന്നു. ഇപ്പോൾ വെങ്കടേഷ് വീണ്ടും പോലീസ് DCP ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയാണ്. എന്താണ് ചെയ്യാൻ കഴിയുന്ന ചർച്ച നടത്തുകയാണ് ഇപ്പോൾ. ക്രമസമാധാന പാലന ചുമതലയുള്ള DGP വെങ്കടേഷ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് വെങ്കടേഷ് നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്താണല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ നേരിട്ട് തമ്പടിക്കുകയാണ്. അവിടെ മുന്നിൽ തന്നെ മുൻനിരയിലേക്ക് എത്തി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അവിടെ വി ജോയിയുണ്ട്, വി ശിവൻകുട്ടിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ തന്നെ മുന്നിലേക്ക് എത്തി വെങ്കടേഷുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു, ADGPയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൽ എന്താണ് ഒരു തീരുമാനത്തിലേക്ക് പോവുക, പോലീസ് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ വളരെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നു. ആരോട് സൂചിപ്പിച്ചതുപോലെ വലിയ നാണക്കേടായി പോയി പോലീസിന്, വലിയ നാണക്കേട്. ആ നാണക്കേടിന്റെ പശ്ചാത്തലം കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കണം പോലീസ് അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. എന്താണെങ്കിലും അവിടെ DCP-മാർ ഉൾപ്പെടെ നേരത്തെ ചർച്ച നടത്തി അതിനൊരു ഫലം കാണുന്നില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം തെളിഞ്ഞതോടുകൂടിയാവണം ADGP അവിടെ നേരിട്ട് പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തി അവിടെ കാര്യങ്ങൾ അത് ചോദിച്ചറിയുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, MP ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു നടപടിയിലേക്ക് പോകുമോ എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്താണെങ്കിലും അരുൺ, എന്താണ് സൂചന, എന്താണ് വ്യക്തമാവുന്നത്, എന്താണ് വെങ്കടേഷ് പറയുന്ന വിവരം? ഇന്ന് തന്നെ അറസ്റ്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ കൊണ്ട് പോയേ മതിയാകൂ എന്നുള്ള നിലപാടിലാണോ പോലീസ്? തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞൊരു പിന്മാറ്റം പോലീസിന് ഇനി സാധ്യമല്ല. അത്രയധികം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഒരു കാരണവശാലും പിന്മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. വി ജോയും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. പോലീസ് ADGP പറഞ്ഞ കാര്യങ്ങൾ അവർ ചർച്ച നടത്തുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം? ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നീണ്ട ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം. ഇവിടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നു. പ്രധാന പാതയാണിത്. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വലിയ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്മാറാതെ പോലീസും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സംഘർഷാത്മകമായ അന്തരീക്ഷം. പോലീസിനാകട്ടെ ഇത് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും പോലീസിന്റെ കൺമുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം, അവരുടെ വാഹനം തകർക്കുന്ന സാഹചര്യം, DCP അടക്കമുള്ളവർ കയ്യിലേറ്റ പരിക്ക്, DCPയുടെ കയ്യിലേറ്റ പരിക്കടക്കം ഇപ്പോൾ ഈ പോലീസ് CPM നേതാക്കളെ കാണിക്കുകയാണ്. തിരുവനന്തപുരം DCP-യാണ് ദൃശ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആ സാഹചര്യം അത് കാണിക്കുകയാണ് അദ്ദേഹം. CPM നേതാക്കളെ പോലും ഇത്ര അധികം സംഘർഷാത്മക